ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. നമ്മളുടെ ഇന്നത്തേത് ചെന്നൈ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള എല്ലാ കമൻസും കമൻറ്റ് ബോക്സിൽ നിന്ന് എഴുതി അറിയിക്കാനും മറക്കണ്ട. പിന്നെ ഏതെങ്കിലുമൊക്കെ മെസ്സേജിന്, അതായത് ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും മെസ്സേജിന് റിപ്ലൈ തരാൻ വൈകിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, കുറച്ച് തിരക്കായതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ചെന്നൈ എത്തിയിട്ടുണ്ട്. കൊച്ചി എത്തി എന്ന് പറയുന്നത്. നമ്മൾ 7 മണിക്ക് കയറി. ഇപ്പം സമയം എന്തോ വിട്ടു, 8:14 ആവുന്നു. പക്ഷെ 10 മണിക്ക് എത്തത്തുള്ളൂ കേട്ടോ. ചെന്നൈയുടെ ഭാഗങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇമ്മൂനോട് ചോദിക്കാം നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നെന്ന്, എക്സ്പീരിയൻസ്, ട്രെയിൻ എക്സ്പീരിയൻസ് ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇപ്പം ട്രെയിനിൽ കയറിയപ്പോഴത്തേക്ക് ഇരുട്ടായിപ്പോയി, അതുകൊണ്ട് വലിയ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. പിന്നെ എക്സ്പ്രസ് ട്രെയിൻ ആയതുകൊണ്ട് നമ്മൾ എക്സ്പ്രസ് പോയിട്ട് പോരുന്നു. അപ്പം തിരിച്ചു പോകുന്ന സമയത്ത് വല്ല കാഴ്ചയും കാണിക്കാൻ പറ്റുന്നേ കാണിക്കാം. അതേ വിട്ടുമോൻ വിട്ടു ഇങ്ങോട്ട് നോക്ക് പറഞ്ഞ് അവനെ കാണുന്നു. ഇനി നമുക്ക് അടുത്ത 2 ദിവസം ചെന്നൈയിലെ കാഴ്ചകളുമായിട്ട് കാണാം കേട്ടോ. നമ്മൾ ഇറങ്ങാനുള്ള സമയമാവുന്നുണ്ട്. എവിടെ എത്തി? ചെന്നൈ. നമ്മൾ ചെന്നൈ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ചെന്നൈ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങാൻ തയ്യാറായിട്ട് ലഗേജ് ഒക്കെ എടുത്ത് നിൽക്കുക. നമ്മൾ ചെന്നൈ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ശരിയാ, 1, 2, 3 എല്ലാരും ഒറ്റയ്ക്ക് എത്തി. പിന്നെ ഞാൻ ഭയങ്കര ബ്ലോഗറല്ലേ. നമ്മൾ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഇറങ്ങിയേക്കുന്നത്. ചെന്നൈ സൂപ്പർ എന്ന് പറയുന്ന ഒരു എക്സ്പ്രസ് ട്രെയിനായിരുന്നു നമ്മൾ പോയത്. അപ്പോൾ എന്താ പറയുന്നത്, ഷാർപ്പ് ടൈമായിരുന്നു. ആ പറഞ്ഞ ടൈമിൽ തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ എന്ത് ക്രൗഡാണെന്നറിയാമോ, എത്ര ട്രെയിനാണെന്നറിയാമോ, ഒരേ സമയം പല ഇതിലായിട്ട് വന്നു പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്നൊരു പേടിയായിപ്പോയി കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാലേ, നമ്മുടെ കൈ വിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണെന്നും പറഞ്ഞ് തപ്പി പിടിക്കുന്നത്. എന്തായാലും നമ്മളെ വിളിക്കുന്നതിന് വേണ്ടിയിട്ട് ഡ്രൈവർ വന്നിട്ടുണ്ട്. ഈ 2 ഡ്രൈവർമാർ നമുക്ക് ചെന്നൈയിൽ പരിചയമുണ്ട് കേട്ടോ. മോളെ അവിടെ ചേർക്കാൻ പോയ ടൈമിൽ ഇക്ക പരിചയപ്പെട്ടതാണ്. അന്ന് മുതൽ ഇതുവരെയും മോളുടെ എന്തൊരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അവരാണ് നമുക്ക് നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അങ്ങനെ താണ്ട് നമ്മൾ രാവിലെ മോളുടെ കോളേജിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത് കേട്ടോ. 20 മിനിറ്റ് യാത്രയുള്ളൂ ശ്രീ ബാലാജി കോളേജിലോട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. പക്ഷേ നമ്മൾ ഏകദേശം 1.25 മണിക്കൂർ എടുത്ത് രാവിലത്തെ തിരക്കിൽ അവിടെ എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ മോളെ ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങളവിടെ റൂം എടുത്തതിന് ശേഷം പിന്നെ മോള് എക്സാം ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നേരെ അവളുടെ കോളേജിലോട്ട് പോവുക കേട്ടോ. ശ്രീ ബാലാജി മെഡിക്കൽ കോളേജ്, അവിടെയാണ് മോള് പഠിക്കുന്നത്. ചെന്നൈ സിറ്റിയിലാണ് കേട്ടോ. അപ്പോൾ ഇവളുടെ അഡ്മിഷൻ്റെ ടൈമിൽ ഇക്കായും മോള് മാത്രമേ വന്നിട്ടുള്ളായിരുന്നു, ഞാൻ വന്നിട്ടില്ലായിരുന്നു. 1 മാസം മുന്നേ ഞാൻ ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കേട്ടോ അവളെ കാണുന്നതിന് വേണ്ടിയിട്ട്. കാരണം ഈ ഒരു എക്സാമിന് ടൈമൊക്കെ ആകുമ്പോൾ എന്തായാലും അവളെ എനിക്ക് വീട്ടിലോട്ട് കൊണ്ടുവന്ന് നിർത്താനായിട്ട് പറ്റത്തില്ല. പിന്നെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കാണണം, ടീച്ചേഴ്സിനെ കാണണം, കോളേജ് കാണണം, ഹോസ്റ്റൽ കാണണം, അങ്ങനെയൊക്കെയാണ്. ഡെയിലി വീഡിയോ കോൾ ചെയ്യുന്നത് കൊണ്ട് എല്ലാവരും എനിക്ക് നല്ല പരിചയമാണ് കേട്ടോ. ഇതാണ് നന്ദന, ഇവള് ദുബായിലാണ്. അവളുടെ അമ്മയും അച്ഛനും ഒക്കെ ദുബായിലാണ്. പിന്നെ ഈ പോകുന്നത് ശത, അതായത് മിട്ടു, ഇമ്മു, എല്ലാവരെയും ഇവിടെ ഓരോരുത്തർക്കും പരിചയമാണ് കേട്ടോ. കോളേജിൽ വൈവ എക്സാം ഒക്കെ നടക്കുന്നത് കാരണം കൊണ്ട് തന്നെ ബാച്ചായിട്ടാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. ഇതാണ്ട് നമ്മൾ പിന്നെ ഡ്രിങ്ക്സൊക്കെ കുടിച്ചു. അവിടെ നിന്നാണ്ട് ഇതും ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ. ഇത് എന്താ പറയുന്നത്, ഏക്കർ കണക്കിന് ഉള്ളതിനകത്ത് ഇങ്ങനെ പരന്ന് കിടക്കുക. അതായത് പിന്നെ ഇത് ഹോസ്പിറ്റൽ. ഇനി അവൾ നെക്സ്റ്റ് ഇൻഷാല്ല വർക്ക് ചെയ്യാൻ പോകുന്ന അവരുടെ 2nd ഇയർ മുതലുള്ള ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ സ്ഥലങ്ങളിലാണ് കേട്ടോ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പോയി ടീച്ചർമാരെ എല്ലാം കണ്ട് ഈ ഒരു പിന്നെ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് കേട്ടോ അവരുടെ ഹോസ്റ്റൽ. ഇതാണ് അവരുടെ ഹോസ്റ്റൽ. ഹോസ്റ്റലിലൊന്നും അലൗഡ് അല്ല കേട്ടോ വീഡിയോ പിടിക്കാൻ. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് എടുത്തതേ ഉള്ളൂ. അതുകൊണ്ട് ഈ കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആണെന്നാണ് ഹോസ്റ്റൽ. അപ്പോഴെന്താ പറയുന്നത്, നടന്നാണെങ്കിൽ എൻ്റെ കാല് കടിച്ചു കേട്ടോ. സത്യത്തിൽ
കണ്ണെത്താ ദൂരത്തോളം കിടക്കും. ഇതിനകത്ത് സ്കൂളുണ്ട്, ബാലാജി സ്കൂളുണ്ട്, പിന്നെന്താ പറയുന്നത് PGക്ക് പഠിക്കുന്ന കുട്ടികളുടെ ഇതുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ പിന്നെ കുട്ടികളുടെ ഹോസ്റ്റലുകൾ, അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. അങ്ങനെ എന്തായാലും നമ്മൾ ഓരോരുത്തരെയും കണ്ട് മക്കളെയൊക്കെ കണ്ട് ചില ബാച്ചുകൾക്കൊക്കെ എക്സാം അടക്കം, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും പോയതില്ലേ, മോഡൽ ഫ്രണ്ട്സിനെയൊക്കെ കാണണമല്ലോ. ഇവിടെ തന്നെ അവർക്ക് കോഫി ഷോപ്പുകൾ, ഫുഡ് കോർട്ടുകൾ ഒന്നിനും അവർക്ക് ഈ കോമ്പൗണ്ട് ഇട്ട് പുറത്ത് പോകേണ്ട കാര്യമില്ല. 5 o'clock ആകുമ്പോൾ ഹോസ്റ്റലിനകത്ത് കയറുകയും ചെയ്യണം. അങ്ങനെ ഇന്നത്തെ ദിവസം അവളും ഫ്രണ്ട്സും ഞങ്ങൾ റൂം എടുത്തെടുത്താണ് കേട്ടോ താമസിച്ചത്. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി തമിഴ് ഫുഡാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. പരിപ്പ് കറി, ചിക്കൻ, എന്തൊക്കെയോ പേര് പറയുന്നത് കേട്ട്, അതേപോലെ തന്നെ എഗ്ഗ് പൊരിയൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ അടിപൊളിയാണ് കേട്ടോ, പ്രോൺസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഫുഡ് നമ്മൾ കഴിക്കുന്നത് ഏകദേശം 6:30 മണിക്കാണ് കേട്ടോ. പോയ ദിവസം കോളേജിൽ നിന്നൊക്കെ വന്നതിന് ശേഷം 6:30 മണിക്കാണ് ഫുഡ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ നമ്മൾ ദാണ്ട് അവിടെ ഒരു മാളിലോട്ട് പോവുക. ഫീനിക്സ് മാൾ എന്ന് പറയുന്നൊരു മാളുണ്ട് കേട്ടോ. അവിടോട്ട് വെറുതെ മക്കളെയും കൊണ്ട് അവർക്ക് രാത്രി പോയി ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയത്. മാളിനകത്തൊരു ഷോപ്പിൽ കയറിയപ്പോഴും മക്കൾ കോസ്മെറ്റിക്സിൻ്റെ സൈഡിലോട്ട് പോയി, ഞാൻ ക്രോക്കറിയുടെ സൈഡിലോട്ടും പോയി. എന്നെ കണ്ടില്ലെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് എന്താ പറയുന്നത്, ഈ ഒരു ഭാഗത്ത് ഞാൻ ഉണ്ടാവുമെന്നറിയാം. കുട്ടി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഒരു സാധനം ഉമ്മി ഇവിടുന്ന് എടുത്താൽ ഞാൻ വാപ്പിയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറയും. പക്ഷേ എങ്കിലും ഞാൻ എടുത്തു കേട്ടോ. ഇക്കായ്ക്ക് അറിയാം ഞാൻ ഇങ്ങനെയുള്ള സ്ഥലത്ത് കയറിയ ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനം എടുക്കുമെന്ന്. അവിടെ ഉപേക്ഷിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മൈൻഡിൽ മൊത്തം അതായിരിക്കും, യോ ചെന്നൈയിൽ ആ കണ്ട സാധനം എടുത്തില്ലല്ലോ എന്ന്. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഫുഡ് കോർട്ടിൽ വന്നത്. ഈ മാളെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, എനിക്കറിയത്തില്ല, ഒരു സൈഡ് പോലും ഞങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടില്ലായിരുന്നു, അത്രയ്ക്ക് വലിയ മാളായിരുന്നു. അങ്ങനെ ഫുഡ്, ജ്യൂസ്, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്ത് മക്കളുടെ ഇഷ്ടമല്ല ഇന്നത്തെ ദിവസം അവർക്ക് വേണ്ടി വിട്ടുകൊടുത്തത്. അങ്ങനെ നല്ല ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നത്. ബട്ടർ സ്കോച്ച് ഷേക്ക്, പിന്നെ ഫലൂദ, ഇതൊക്കെ വല്ലാത്ത ഇതാണ്, ചതിയാണിത്. ഞങ്ങൾ ചെന്നൈയിലെത്തിയ ആ ഒരു ദിവസത്തിൻ്റെ വിശേഷം മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം പിറ്റേ ദിവസം ഫുള്ള് വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാതെ മക്കളുടെ കൂടെ തന്നെ ഇരുന്നത് കേട്ടോ. ഒരു ദിവസം ഫുള്ള് അവരുടെ കാര്യങ്ങൾ കേൾക്കാനും എടുക്കാനും ഒക്കെ. കോളേജിലാണെങ്കിൽ ഒരു 2 ദിവസത്തേക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് സ്റ്റഡി ലീവൊക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഒരു കാരണവശാലും വരാൻ പറ്റത്തില്ല, ലീവില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴെന്തായാലും ആ ശ്രമം ഉപേക്ഷിച്ച് അപ്പോഴ് പിറ്റേ ദിവസം 3:20 ഉച്ചയ്ക്ക് നമുക്ക് ട്രെയിനാണ്. അപ്പോൾ ട്രാഫിക്കൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ വരണം. 12 മണിക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ കൊണ്ടുപോയത് ഞാൻ പറഞ്ഞില്ല, അവിടെ നമുക്കുള്ളൊരു ഡ്രൈവറുണ്ട്, പുള്ളിക്കാരനാണ്. അവിടെ ഒരു സ്വീറ്റ്സിൻ്റെ ഷോപ്പിൽ നമ്മൾ കയറി കേട്ടോ. ചെന്നൈ സ്പെഷ്യൽ കുറച്ച് സ്വീറ്റ്സൊക്കെ നമ്മൾ വാങ്ങി. പിന്നെ മക്കൾക്ക് ട്രെയിനിനകത്തിരുന്ന് കഴിക്കാനുള്ള ഫുഡ്, വെള്ളം. ട്രെയിനിൽ നമ്മൾ ഒരു സാധനം വാങ്ങിക്കാറില്ല കേട്ടോ. ഇങ്ങോട്ട് വന്ന ടൈമിൽ കണ്ടൊരു ചെറിയ കോഫി മാത്രം വാങ്ങി. അങ്ങനെ വീണ്ടും നമ്മൾ ദാണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വന്ന ട്രെയിൻ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ വരെ ഉള്ളായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു പോകുന്ന ട്രെയിൻ ഇവിടെ നിന്നാണ് പിന്നെ സ്റ്റാർട്ടാക്കുന്നതും. അപ്പോഴും നമ്മുടെ ടൈം ആയിട്ടില്ലായിരുന്നു. അങ്ങനെ ദാണ്ട് വെയിറ്റ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ടെൻഷനൊന്നുമില്ല, ദൂരെ നിന്നും വരുന്നതല്ലല്ലോ. ഞാനാണെങ്കിൽ ചെന്നൈയിൽ ചൂടെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ചൂടടിച്ചിട്ട് എൻ്റെ ഫേസൊക്കെ ഭയങ്കര സെൻസിറ്റീവായി, തൊടാൻ പോലും വയ്യ, വേദന എടുക്കുമായിരുന്നു എനിക്ക്. അത്രയ്ക്ക് ചൂടുണ്ട്. എനിക്ക് എന്താണെന്നറിയുന്നില്ല, നാട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിലൊരു ചൂട് കുറച്ച് ദിവസത്തേക്ക് പറ്റത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിനേക്കാൾ ചൂടാണ് കേട്ടോ ചെന്നൈയിൽ. ആ ഒരു സ്റ്റേഷൻ വരെ നടന്നതിൻ്റെ ഒരു ഇതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. പിന്നെ ട്രെയിൻ കിടക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഫസ്റ്റ് AC കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അത്രയും അവിടം വരെ നടന്നു കേട്ടോ. അയ്യോ എന്ത് മുട്ടൻ ട്രെയിനാണെന്നറിയാം, തെക്കുന്ന് വടക്ക് വരെ ഇങ്ങനെ. എന്തായാലും സുഖമായിട്ട് നമ്മൾ കയറിയിരുന്ന് ഷാർപ്പ് ടൈമിൽ ട്രെയിൻ എടുക്കുകയും ചെയ്ത്. വീഴത്തില്ല അവിടെ കിടന്നാൽ. നമ്മൾ ചെന്നൈക്ക് പോയ അതേ ട്രെയിൻ തന്നെയാണ് നമ്മൾ തിരിച്ചെടുത്തത്. ചെന്നൈ സൂപ്പർ എന്ന് പറയുന്നത്. കുറച്ച് ഫുഡൊക്കെ നമ്മൾ കരുതി ഒരു AC കമ്പാർട്ട്മെൻറ്റിലാണ് കയറുന്നതെന്ന് ഉണ്ടെങ്കിൽ ലോങ് ട്രിപ്പിന് ഏറ്റവും കംഫർട്ടബിളാണ് കേട്ടോ ട്രെയിൻ എന്ന് പറയുന്നത്. ട്രെയിൻ യാത്ര നമുക്ക് ഒരു മുഷിപ്പും ഉണ്ടാക്കത്തില്ല. അതേപോലെ തന്നെ മക്കൾക്കൊക്കെ ഒരു ഭയങ്കര എൻജോയ്മെൻറ്റും അവർക്കൊരു പുതിയ എക്സ്പീരിയൻസുമാണ്. എൻ്റെ മക്കളെ സംബന്ധിച്ച് അവരൊന്നും എപ്പോഴും അങ്ങനെ ട്രെയിനിൽ കയറുന്ന ആൾക്കാരൊന്നുമില്ല. അവർ തന്നെ പറഞ്ഞതാണ് ഫ്ലൈറ്റിന് പോകാമെന്ന് തീരുമാനിച്ചപ്പം അവർ തന്നെ പറഞ്ഞത് നമുക്ക് ട്രെയിനിന് പോകാമെന്ന്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ട്രെയിനിലെ ഫുഡൊന്നും അത്ര ഞാനൊന്നും അങ്ങനെ കഴിക്കത്തില്ല.
കഴിക്കത്തില്ല, മക്കളും കഴിക്കത്തില്ല. അതുകൊണ്ട് കുറച്ച് ഫുഡ് കരുതിയാൽ ഏറ്റവും നല്ലതാണ്. ഓരോ യാത്രകളും നമുക്ക് ഓരോരോ ഓർമ്മകളാണല്ലോ. അപ്പോൾ ഈ ഒരു ചെന്നൈ യാത്രയും ഒരുപാട് ഓർമ്മകൾ തന്നിട്ടുണ്ട്. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ കാണുന്നത് നമ്മളുടെ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള എൻ്റെ വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ആയിട്ടായിരിക്കും. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.